മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് കോടതിയിൽ ഹാജരായേ മതിയാകൂ എന്നുള്ളത് കൂടിയാണ്. കഴിഞ്ഞ ദിവസം കെ കവിതയെ അറസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ സംഭവ വികാസങ്ങൾ എങ്ങനെയായിരിക്കും? രോഹിണി, ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട വളരെ നാടകീയമായ രംഗങ്ങൾ ഈ അഴിമതി കേസിന്റെ അന്വേഷണം തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ വളരെ സങ്കീർണവും നാടകീയവുമാണ് ഈ കേസ്. ഇന്നലെ വൈകുന്നേരം ചന്ദ്രശേഖർ റാവുവിന്റെ മകളും BRSന്റെ MLCയുമായ കെ കവിതയെ ഹൈദരാബാദിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രിയോടുകൂടി ഡൽഹിയിലെ ED ഓഫീസിലേക്ക് കവിതയെ കൊണ്ടുവന്നു. ഇവിടെ ചോദ്യം ചെയ്യൽ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കൂടാതെയാണ് ഇതേ കേസിൽ ഇന്നിപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കോടതിയിൽ ഹാജരാകേണ്ട ഒരു സാഹചര്യം കൂടി ഇന്നിപ്പോൾ ഉണ്ട്. കെജ്രിവാൾ ഹാജരാകുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച വ്യക്തത നമുക്കില്ല. എന്തായാലും ഇന്ന് ഹാജരാകണമെന്ന് കഴിഞ്ഞ ദിവസം കോടതി വ്യക്തമാക്കിയിരുന്നു. സെഷൻസ് കോടതിയാണ് കെജ്രിവാളിനോട് ഈ കേസിന്റെ വിചാരണ നടക്കുന്ന മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചത്. കാരണം ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് പലതവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചെങ്കിലും ചോദ്യം ചെയ്യലിന് ഹാജരാകുവാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തയ്യാറായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ പല സമൻസുകൾ തള്ളിക്കളഞ്ഞ പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിന്നീട് കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അടുത്തിടെ സെഷൻസ് കോടതിയെ സമീപിച്ചുവെങ്കിലും സെഷൻസ് കോടതി ഈ കേസിനോട് സഹകരിക്കണം എന്ന നിർദ്ദേശമാണ് ഡൽഹി മുഖ്യമന്ത്രിക്ക് നൽകിയത്. മാത്രമല്ല ഇന്ന് കേസിന്റെ വിചാരണ നടക്കുന്ന മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പിൽ ഹാജരാകണം എന്നും കെജ്രിവാളിനോട് സെഷൻസ് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് ഡൽഹി മുഖ്യമന്ത്രിക്കും ആം ആദ്മി പാർട്ടി വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ കോടതിക്ക് മുന്നിൽ ഒരു അഴിമതി കേസിൽ മുഖ്യമന്ത്രിക്ക് ഹാജരാകേണ്ട പശ്ചാത്തലം ഉണ്ടാകുന്നു. ഇത് കൂടാതെയാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഹൈദരാബാദിൽ നിന്നും കവിതയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. സ്വാഭാവികമായും ഡൽഹി മദ്യനയ അഴിമതി അത് വലിയ തലവേദനയായി ആം ആദ്മി സർക്കാരിന് മാറുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. 2021-22 വർഷത്തെ ഡൽഹിയിലെ എക്സൈസ് നയം, പുതിയ നയം രൂപീകരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തതിൽ വലിയ തോതിലുള്ള ക്രമക്കേട് ഉണ്ടായെന്നും അതിലൂടെ ലഭിച്ച കോടിക്കണക്കിന് രൂപയുടെ തുക അത് ഗോവയിൽ ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചു എന്നതാണ് കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തൽ. ഇതേ തുടർന്നാണ് ഈ അരവിന്ദ് കെജ്രിവാളുമായും അതോടൊപ്പം തന്നെ ഡൽഹി സർക്കാരുമായൊക്കെ ബന്ധപ്പെട്ട നിരവധി കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പല കമ്പനികളും ഈ എക്സൈസ് നയം തിരുത്തുന്നതിലും അത് നടപ്പാക്കുന്നതിലൂടെ ഉണ്ടായ ലാഭവിഹിതങ്ങൾ ഏറ്റെടുക്കുന്നതിലുമൊക്കെ ദക്ഷിണ ഭാരതത്തിൽ നിന്നുള്ള ചില കമ്പനികൾക്കും അതിൽ വലിയ പങ്കുണ്ടായി. അതുമായി ബന്ധപ്പെട്ടാണ് കെ കവിതയ്ക്ക് ഈ ഡൽഹി മദ്യനയ അഴിമതിയിൽ റോൾ ഉണ്ടായത്. എന്തായാലും പല കക്ഷികൾക്ക്, അത് ആം ആദ്മി പാർട്ടിക്ക് മാത്രമല്ല BRSന് ഉൾപ്പെടെ തലവേദനയുള്ള ഒരു കേസായി ഇപ്പോൾ ഈ ഡൽഹി മദ്യനയ അഴിമതി കേസ് മാറുകയാണ്. രോഹിണി. അതെ, ഗൗതം അനന്തനാരായണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.